പറവൂർ വൈശാഖ് യജ്ഞശാലയിൽ ആരംഭിച്ച വരാഹി നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ ഡയറക്ടർ ജയകൃഷ്ണൻ വൈശാഖ് നിർവഹിച്ചു. ജൂലൈ 23 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഹോമം, പൂജ, ഗുരുതി, നാമജപം, ആത്മീയ പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും. ഭക്തർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ചൊരിയുകയും ജീവിത വിജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ശക്തി ദേവതയാണ് ശ്രീ വരാഹി ദേവിയെന്ന് വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ ഡയറക്ടർ ജയകൃഷ്ണൻ വൈശാഖ് പറഞ്ഞു. പറവൂരിലെ വൈശാഖ് യജ്ഞശാലയിൽ ആരംഭിച്ച വരാഹി നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൗതികവും ആത്മീയവുമായ ഉന്നതിക്കായി വരാഹി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ വിശേഷപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നു. മറ്റാരും സഹായിക്കാനില്ലാത്ത അതികഠോരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് വാരാഹി ദേവി അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി കൂടെ നിർത്തിക്കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി കരുത്ത് നൽകും. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം എന്ന് വാരാഹി ദേവിയെ വിശ്വസിക്കും. നമുക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ആഷാഢമാസത്തിലെ പ്രഥമി മുതൽ നവമി വരെ ആചരിക്കുന്ന വരാഹി നവരാത്രി അഥവാ ഗുപ്ത നവരാത്രി ആത്മീയ സാധകർക്ക് ഏറെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. ചരിത്രത്തിൽ ചോള രാജാക്കന്മാർ വരാഹി ദേവിയെ ആരാധിച്ചാണ് യുദ്ധവിജയങ്ങളും വ്യാപാര അഭിവൃദ്ധിയും കൈവരിച്ചതെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 23 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖ് യജ്ഞശാലയിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഹോമം, പൂജ, ഗുരുതി, നാമജപം, ആത്മീയ പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KV സുനിൽകുമാർ, യജ്ഞശാല മാനേജർ പെരുവാരം മോഹൻ സ്വാമി, സീതാ കേശവം, ജ്യോതിഷി സുരേഷ് മനക്കപ്പടി, ആളന്തുരത്ത് ആദർശ്, കുന്നത്തേരി രാകേഷ് മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.